പി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റ് അമ്മ നാളെ കിടന്നോ? 100 ദിവസം തികയുകയാണ്. അമ്മയും കിടന്നു, KSRTC യിലെ പിള്ളേരും കിടന്നു. പ്രിയദർശിനി സൗജന്യ യാത്രയുടെയും കഴിച്ചില്ലേ? ആശാമാരുടെയും ഓണറേറിയം കൂട്ടലടക്കം കഴിച്ചു. വാഗ്ദാനങ്ങൾ പിന്നെ പാലിച്ചുള്ള തുടക്കം അമ്മ പ്രതീക്ഷയും വിളിച്ചിട്ടുണ്ടായി. നിയമന വിവാദങ്ങളും അവര് നാട്ടിലെത്തിയിട്ടുണ്ട്. നിരന്തരം ഓണത്തിന് അവരെയും കൂടി വിളിച്ചാലോ എന്ന് അമ്മയ്ക്കൊരാഗ്രഹം. എനിക്കാണല്ലോ പണക്കം. ആരോടും ഒന്നും പറയാണ്ട് ഇറങ്ങിപ്പോയവരോട് പിന്നെ ഞാൻ എങ്ങനെ പെരുമാറണം? ഞാനായിട്ട് ഇനി ആരുടെയും ഓണം മുടക്കുന്നില്ല. വരേണ്ടവരോടൊക്കെ വരാൻ പറഞ്ഞു. ചേട്ടാ ചേട്ടാ ഒറ്റക്ക് ഒന്നുമില്ല, ഓണമൊക്കെ അല്ലേ, കടയിൽ പോകാൻ. ആ കടയിലേക്കാ, നമുക്ക് ഒരുമിച്ച് പോവാ. അമ്മ പറഞ്ഞു ഏത്തക്ക വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു ഞാൻ ചിപ്സ് ഉണ്ടാക്കി തരാം. ഞാൻ മേടിച്ചോളാം. അതേട്ടാ നമുക്ക് ഒരുമിച്ച് പോവാം. വാ ചേട്ടാ വണ്ടി എടുത്തോ. അവള് പറയാറുണ്ട് ചേട്ടനൊരു വണ്ടി ഭ്രാന്തനാണ്. ചേട്ടൻ എപ്പോഴും ഞങ്ങളോട് ദേഷ്യമാണോ? എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം എൻ്റെ അടുത്ത് ഒരു തവണ പോലും അവൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ ഞാൻ എതിർക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നെ ആർക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, പറ്റൂല്ല. ചേട്ടൻ വിഷമിക്കുന്നത് വേണ്ട. എന്തായാലും ഞങ്ങൾ വന്നില്ലേ. അവള് ചേട്ടനോടുള്ള പേടി കൊണ്ടാ ഒന്ന് സംസാരിക്കാം. നിങ്ങൾ തമ്മിലൊന്ന് സംസാരിച്ചാൽ തീരാവുന്നേ ഉള്ള വിഷയം.